ഹായ് ഗൈസ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. ആദുവിന് സ്കൂളിലേക്ക് ഇട്ടുകൊണ്ട് പോകാനുള്ള ഷൂ മേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. മഴയായതുകൊണ്ട് യൂണിഫോമിൻ്റെ കൂടെ ഷൂ നിർബന്ധമില്ല, അതുകൊണ്ട് ഷൂ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഓർത്തു മഴയൊക്കെ കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ടല്ലോ, എന്നാലിപ്പോൾ ഷൂ ഇട്ടിട്ട് പോകട്ടെ. എന്തായാലും സ്കൂൾ ബസ്സിലല്ലേ പോകുന്നത്, കൂടുതൽ അങ്ങനെ നനയാനുള്ള സാഹചര്യമൊന്നുമില്ല. സോ ഷൂ മേടിക്കാനായിട്ട് പോയിട്ടുണ്ട്. വെൽക്കം ടു യെറ്റ് അനദർ വീഡിയോ ഓഫ് ഹസന നൗഷാദ് ചാനൽ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഷോപ്പിൽ പോകുന്നത്. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇസുവിനൊന്നും അങ്ങനെ ചെരുപ്പ് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ, കടയിലൊന്നും നോക്കിയിട്ടൊന്നും. ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് ചെരുപ്പ് കിട്ടി. ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കൊച്ചിനെ ചെരുപ്പൊക്കെ ഒന്ന് ഇടിച്ചും നടത്തിച്ചൊക്കെ നോക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന പോപ്പിറ്റ് ഫിഡ്ജറ്റിൻ്റെ ഒരു ടോയ് വെച്ചിട്ട് അത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കകായും ചെരുപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. എൻ്റെ ബാഗ് ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ബാഗും കൂടി അവിടെ നോക്കുന്നുണ്ട്. ഈ ബാഗ് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബെൽറ്റിൻ്റെ ഒക്കെ നല്ല കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇക്കാക്ക ബെൽറ്റും കൂടി നോക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അവിടുത്തെ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തില്ല. എന്താ സാധനങ്ങളെല്ലാം കൊടുന്നിട്ട് അത് അൺബോക്സ് ചെയ്യുന്നുണ്ട്, അതിൽ നമുക്കെല്ലാം കാണാം. അതിന് മേടിച്ച ഷൂ ആണ് കേട്ടോ അത് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്, ഇട്ട് നോക്കാനായിട്ട്. പിന്നെ ക്രോക്സിൻ്റെ ചെരുപ്പിട്ട് നോക്കി ഇത് എടുത്തു. അതോടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായ പോക്കറ്റ് ഫിഡ്ജറ്റിൻ്റെ ടോയും എടുത്തിട്ടുണ്ട്. ഞാൻ ബാഗ് ഇതാണ് കേട്ടോ സെലക്ട് ചെയ്തത്. ഇതാകുമ്പോൾ രണ്ട് രീതിയിലിടാം, സൈഡ് ബാഗായിട്ട് ഇടാം, പുറകിലും ഇടാം, രണ്ട് രീതിയിലും ഇടാം. അതോടെ ഷൂ ഒക്കെ ഇട്ട് നോക്കുന്നുണ്ട്. അതിനെടുത്ത ക്രോക്സിന്റെ ചെരുപ്പ് ഇതാണ്. ഇസു ഇട്ടിട്ടുണ്ടായിരുന്ന ചെരുപ്പ് ഇസുവിനെ മേടിച്ചു കേട്ടോ. നല്ല ക്യൂട്ടായിട്ട് ഇരിക്കുന്നുണ്ടായി, കറക്റ്റ് പാകത്തിന് കിട്ടുകയും ചെയ്തു. എന്നൊരു ബെൽറ്റ് കാർക്ക് എടുത്തിട്ടുണ്ട്. ഇത് ഉമ്മച്ചിക്ക് മേടിച്ച ചെരുപ്പാട്ടോ, സിമ്പിളായിട്ടൊരു ചെരുപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അലൂമിനിയത്തിൻ്റെ കുക്കറായിരുന്നു. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് സ്റ്റീലിൻ്റെ കുക്കർ ആക്കുന്നുണ്ട്. 5 ലിറ്ററിൻ്റെ ആണത്. ഞാൻ ഇംബെക്സിൻ്റെ എടുത്ത 5 ലിറ്ററിൻ്റെ. അവിടെ സെയിൽസ്മാൻ നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. ഓരോ പാത്രത്തിൻ്റെയും ഓരോ ഡീറ്റെയിൽസും നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിസലും വാഷും എപ്പോഴും ഊരി വെക്കണം, അതൊരിക്കലും അങ്ങനെ ഇട്ട് വെച്ചേക്കരുത്, അതൊക്കെ കുക്കറിന് ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നാണ് പറഞ്ഞത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് കൂടി ചെയ്യാം കേട്ടോ. ബിരിയാണി പോട്ടാണ് കേട്ടോ ഇത്.
ബിരിയാണി പോട്ടിൻ്റെ കൂടെ കിട്ടിയത് ഒരു ചെറിയൊരു കയ്യിലാണ്. പ്രത്യേകിച്ച് നമുക്കതിന് യൂസ്ഫുൾ ഒന്നുമില്ല, ചെറിയൊരു കയ്യിലാണ്. അത് അവർ തന്നെ പറഞ്ഞു ഒരു കാര്യമില്ല, വെറുതെ ഒരു കയ്യിലിട്ടേക്കുന്നതാണെന്ന്. അപ്പം അത് നമ്മൾ വേറൊരു കയ്യിൽ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ സഹായിക്കാൻ വന്നേക്കുന്നതാണ് കേട്ടോ. ഇത് 3 സെറ്റായിട്ടുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളാണ്. ഫ്രൈ പാനും പിന്നെ ജസ്റ്റ് കറിയൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് പാനും കൂടി ഉൾപ്പെടുന്ന 3 സെറ്റാണ്. ഇൻഡക്ഷൻ കുക്കറിലും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. ഗ്യാസിലും ഇൻഡക്ഷൻ കുക്കറിലും യൂസ് ചെയ്യാവുന്ന തമ്മിൽ വലിയ റേറ്റ് വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ എന്തൊരു എമൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. രണ്ടും കൂടി പറ്റുന്നതാണ് മേടിച്ചത്. 3നും കൂടിയിട്ട് ഒരു അടപ്പാണ് കേട്ടോ ഉള്ളത്. സെയിം അളവ് തന്നെയാണ് 3നും. അതിൻ്റെ വാറണ്ടി കാർഡാണ് കേട്ടോ അതിൻ്റെ കയ്യിലിരിക്കുന്നത്. ഇനി കുറച്ച് എക്സ്ട്രാ ഐറ്റംസും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ പറഞ്ഞില്ലേ, ബിരിയാണി പോട്ടിൽ ഇളക്കാൻ പറ്റുന്ന കയ്യിൽ വളരെ ചെറിയൊരു കയ്യിലായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടൊരു വലിയൊരു കയ്യിൽ മേടിച്ചിട്ടുണ്ട്. പച്ചക്കറിയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ചോപ്പറും. പിന്നെ പ്ലേറ്റിൻ്റെ ഒരു സെറ്റ് മേടിച്ചു കേട്ടോ, 6 സെറ്റ്. ഇത് ഡെയിലി യൂസിന് വേണ്ടിയിട്ടുള്ള ടൈപ്പ് മേടിച്ചതാ. ഓരോ പ്ലേറ്റിൻ്റെ ഇടയ്ക്കൂടെയും ഓരോ പേപ്പർ വെച്ചിട്ടുണ്ടാവുമല്ലോ പോറലൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് ഓരോന്ന് ചപ്പാത്തിയാന്ന് പറഞ്ഞിട്ട് അത് എടുക്കുന്നുണ്ടായിരുന്നു കളിക്കാൻ വേണ്ടിയിട്ട്. ഫ്രൈ പാനൊക്കെ മേടിച്ചല്ലോ, അപ്പോൾ അതിൽ ചട്ടകമൊക്കെ ഇട്ട് മറിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായി. ഓരോന്ന് എടുക്കുന്നുണ്ട്. അങ്ങനെ 6 പ്ലേറ്റാണ് അത് മേടിച്ചത്. കുട്ടികൾക്ക് 2 പേർക്കും കൂടി കപ്പ് മേടിച്ചിട്ടുണ്ട്. ഇത് ഒരു ചട്ടകം മേടിച്ചു, ഫ്രൈ പാനിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇത് കയ്യിലായിട്ടും യൂസ് ചെയ്യാം, ചട്ടകമായിട്ടും യൂസ് ചെയ്യാം. നമ്മുടെ കൈ വഴക്കത്തിന് സൈഡിൽ തന്നെ നമുക്കത് കോരി എടുക്കാൻ പറ്റും. നോർമൽ ടൈപ്പ് ചട്ടകം മേടിക്കുമ്പോൾ നമുക്ക് ആ ഒരു സെൻറ്റർ പോർഷൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് കൈ വഴക്കത്തിന് സൈഡ് പോർഷൻ യൂസ് ചെയ്യാം. അലൂമിനിയത്തിൻ്റെ ചെറിയൊരു കലവും ചെറിയൊരു ചെരുവവും കൂടി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പർച്ചേസ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരേക്കും ബൈ.